ഹലോ ഗായ്സ്, എല്ലാവർക്കും മാധുസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ന്യൂ പോർട്ടിലുള്ള ഒരു ഏഷ്യൻ സ്റ്റോറിലോട്ടാണ്. ഏഷ്യൻ സ്റ്റോർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഐറ്റംസും കിട്ടും. നമ്മൾ മലയാളികൾക്ക് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും. ഞാൻ ഇപ്പോൾ ഓഫാണ്, അപ്പോൾ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കി ഏഷ്യൻ സ്റ്റോർ. ഞാൻ താമസിക്കുന്നിടത്തൊന്നും ഏഷ്യൻ സ്റ്റോറില്ല. അപ്പോൾ ഗൂഗിൾ അടിച്ചു നോക്കിയപ്പോൾ ഒരു സ്റ്റോർ കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. നമ്മളിപ്പോൾ പോകുന്നത് ന്യൂ പോർട്ടിലെ JMJ സ്റ്റോറിലോട്ടാണ്. ഇത് ന്യൂ പോർട്ടിൽ അലക്സാണ്ട്ര റോഡിലാണ് ഈ സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത്. ഇത് നടത്തുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറയിലുള്ള സാബുചേട്ടനാണ്. സാബുചേട്ടൻ്റെ കടയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. UK റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും നിയമങ്ങളെല്ലാം പാലിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ലൈനിൽ, ഞാൻ പോകുന്ന ഈ ലൈനിൽ ഒരാൾക്ക് കയറണമെങ്കിൽ അയാളൊരു 30 മീറ്ററെങ്കിലും മാറിക്കഴിഞ്ഞ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലോട്ട് തിരിയുള്ളൂ. ഇവിടുത്തെ റോഡുകളിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പോലെ പെട്ടെന്ന് ഒരാൾക്ക് വെട്ടിച്ച് മാറ്റാനൊന്നും പറ്റില്ല. കറക്റ്റായിട്ട് റോഡിലെ നിയമങ്ങളെല്ലാം പാലിച്ച് തന്നെ വണ്ടി ഓടിക്കുകയുള്ളൂ എല്ലാവരും. പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടാണ്ട് ആരും നമ്മുടെ മുന്നിലോട്ട് വെട്ടിച്ച് മാറ്റാറൊന്നുമില്ല. എല്ലാവരും റെസ്പെക്റ്റ് കൊടുത്ത് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ട് കയറ്റി ചുമ്മാ അങ്ങോട്ട് പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാത്തിനും ഓരോ ഏരിയ ഉണ്ട്. P എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഏരിയയിൽ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ SOS ഉണ്ട്. SOS എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ, നമുക്ക് മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് SOS എന്ന് പറഞ്ഞൊരു ബോർഡ് ചെയ്തിട്ടുണ്ടാവും ബ്ലൂവിൽ. അപ്പോൾ അവിടെ കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എമർജൻസി എന്തെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കയറ്റി പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ടെലിഫോൺ ഉണ്ടാവും. ആ ടെലിഫോൺ എടുത്ത് ഡയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റർ ഫോൺ എടുത്ത് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി ആ ലൈൻ, നമുക്ക് കയറാനുള്ള ലൈൻ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് ലൈനിൽ കയറി നമ്മുടെ യാത്ര തുടരാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ കോൾ ബാക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ ആണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് അവരുടെ ജോലി കംപ്ലീറ്റ് ആക്കുള്ളൂ. അപ്പോൾ കാശ്, ഇതാണ് UK ന്യൂ പോർട്ടിലെ അലക്സാണ്ട്ര റോഡിലുള്ള JMG കൺവീനിയൻസ് സ്റ്റോർ. അപ്പോൾ നമുക്കധികം വെയിറ്റ് ചെയ്യേണ്ട, നേരെ അകത്തോട്ട് പോകാം. അപ്പോൾ കാശ്, ഇതാണ് അലക്സേട്ടൻ. ഇവിടുത്തെ സ്റ്റാഫാണ്. പുള്ളി ഒരു 18 വർഷമായിട്ട് UK പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ വേറെ സ്റ്റാഫുകളുണ്ട് ഇവിടെ, പക്ഷേ അലക്സേട്ടൻ ഈ സ്റ്റോറിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പുള്ളി കുറച്ച് തിരക്കിലാണ്. നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെയൊക്കെ ഒരു വികാരമായ പൊറോട്ടയും ബീഫും, അതിലെ പൊറോട്ടയാണ് ഈ കാണുന്നത്. ഇത് കൊത്തു പൊറോട്ടയുടെ ഒരു പാക്കറ്റാണ്. ഇത് ബൈ 1 get 1 ഫ്രീ ആണ്. ഇത് നമ്മുടെ നോർമൽ പൊറോട്ട ഫ്രോസൺ ആയിട്ട് വന്നതെല്ലാനും. അപ്പോൾ അത് നമ്മൾ ചൂടാക്കി കഴിക്കാൻ പറ്റും. ഈ കാണുന്നതാണ് സുഗിയൻ. നമ്മുടെ നാട്ടിലൊക്കെ ചായക്കടയിലൊക്കെ കിട്ടുന്ന സുഗിയനാണിത്. സുഗിയൻ ഫ്രോസൺ, അത് നോർമൽ സുഗിയൻ, അത് ഫ്രോസണായി വന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴംപൊരി, ഉണ്ണിയപ്പം, ലഡു, ജിലേബി, എല്ലാ പലഹാരങ്ങളും ഇവിടെ ഫ്രോസണായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പ്ലം കേക്ക് ഉണ്ട്, പിന്നെ റസ്ക് വേണമെങ്കിൽ റസ്ക് ഉണ്ട്, 50 ബിസ്ക്കറ്റ്, ക്രാക്ക് ജാക്ക്, എല്ലാ ബിസ്ക്കറ്റുകളും, എല്ലാ മധുരപലഹാരങ്ങളും ഇവിടെ മേടിക്കാൻ കിട്ടുന്നത്. റസ്ക് ഉണ്ട്. പിന്നെ നമ്മുടെ സോവൻ പപ്പടി, നമ്മുടെ മധുരമുള്ള സോവൻ പപ്പടി, അതിവിടെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നവർ ഇവിടെ നാട്ടിലുള്ളതൊന്നും കിട്ടുമെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ടത്. നമ്മുടെ മുരിങ്ങാക്കോല് വരെ ഉണ്ട്. ഇതുപോലെ ഇത് എല്ലാ ഐറ്റംസും ഇവിടെ ലഭിക്കും. പക്ഷേ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് വില വ്യത്യാസം ഉണ്ടാവും. അത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. പിന്നെ ഇത് കോക്കനട്ട് ഓയിൽ, എല്ലാ ഓയിലും കോക്കനട്ട് ഓയിൽ, തേങ്ങ വരെ ഉണ്ട്. അതുപോലെ തന്നെ മസാലകളുടെ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സെയിം ബ്രാൻഡുകൾ തന്നെ ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ പായസം, എല്ലാ പായസങ്ങളും, പായസം മിക്സ്, പാലട, സേമിയ പായസം, എല്ലാം പായസം മിക്സായിട്ടും അല്ലാതെയും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് പായസം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പായസം മിക്സൊക്കെ കിട്ടും. പിന്നെ ഇഡലി, വട, അതിൻ്റെയൊക്കെ പൊടികൾ, മാവിൻ്റെ പൊടികൾ,
അതെല്ലാം ഇവിടെ കിട്ടും. നാട്ടിൽ കിട്ടണ എല്ലാം നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളായ പരിപ്പ്, പയർ, കടല അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഇത് ഉഴുന്ന് പരിപ്പുണ്ട്, ഡ്രൈ ജിഞ്ചറൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ഡ്രൈ ഹെർബ്സ് ആണ് ഈ കാണുന്നത്. നമ്മൾ അധികം ഉപയോഗിക്കാത്തതാണ്. ഇത് വെസ്റ്റേൺ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഹെർബ്സ് ആണ്. പിന്നെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത് കണ്ടില്ലേ, ഉഴുന്ന് പരിപ്പ് ഉടുത്താൽ ഇതൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ഈ കാണുന്നത് മീനിൻ്റെ സെക്ഷനാണ്. ഒട്ടുമിക്ക ഫ്രോസൺ ഫിഷും ഇവിടെ കിട്ടും. ഈ കാണുന്നത് അയിലയാണ്. അയില വെട്ടി നന്നാക്കി നല്ല ക്ലിയർ ആയിട്ടാണ് നന്നാക്കുന്നത്. ഇതിൻ്റെ റേറ്റൊന്നും ഞാൻ പറയാനില്ല, കാരണം പലതിനും പല റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പല കടകളിലും റേറ്റ് വ്യത്യാസം ഒരേ റേറ്റ് ആയിരിക്കണമെന്നില്ലല്ലോ. അതിൽ നെയ്മീനാണ്. നെയ്മീൻ ക്ലീൻ ചെയ്ത് കട്ടൊക്കെ ചെയ്ത് പീസായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മലയാളത്തിലെ നെയ്മീനൊക്കെ ചോദിക്കുന്നത്. പിന്നെ കാണുന്നത് ഇത് ചാളയാണ്. ചാള എന്നെല്ലാനും ക്ലീൻ ചെയ്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കാണുന്നത് സ്രാവാണ്. സ്രാവ് ഒരു മീഡിയം സ്രാവ് ഉണ്ടെന്ന് തോന്നുന്നു. അത് പീസായിട്ട് ഫ്രോസൺ ചെയ്തേക്കാണ്. അങ്ങനെ കുറച്ച് വെറൈറ്റി മീനുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ പേരെനിക്കറിയില്ല കൃത്യമായിട്ട്. പേരറിയില്ല ഇതിൻ്റെ. അവിടെ വെക്കാം. പിന്നെ ഈ കാണുന്നത് ഇതാണ് കൊഴുവ. അതായത് നത്തോലി. കൊഴുവെന്നും പറയും, നത്തോലി എന്നും പറയും. അപ്പോൾ ഇതുമുണ്ട്, കൊഴുവയുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഒട്ടുമിക്ക മീനുകളും അവൈലബിൾ ആണ്. ഇത് മറ്റേ കൂന്തൽ സ്ക്വിഡിൻ്റെ റിങ്സാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ മീനുകൾ, അതായത് മറ്റേ കായൽ മീനുകളൊക്കെ അവൈലബിൾ ആണ്. ഇത് കരിമീനാണ് കേട്ടോ. കരിമീൻ ഫ്രോസണായിട്ട് വന്നാണ് കരിമീനാണ്. കരിമീൻ വരെ ഫ്രോസണായിട്ടുള്ളതുണ്ട് ഇവിടെ. തമിഴിലാണെല്ലാം എഴുതിയേക്കണത്, അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള കരിമീനായിരിക്കും മിക്കവാറും. പിന്നെ ഒരു കഷ്ണം മീനാണ് ചൂരയുടെ ഒരു പീസാണ് കണ്ടത്. ആയിരിക്കണം ചൂരയുടെ പീസാണ്. പിന്നെ ഉള്ളത് ഇതെന്ന് പറഞ്ഞാൽ ഒരു വെള്ളമീൻ എന്നാണ് എഴുതി വെച്ചാണ്. അതിൻ്റെ നമ്മളൊക്കെ പറയണ പേര് എനിക്കങ്ങനെ അറിയാം. എംബറർ. അതായത് എംബറർ എന്ന് പറയുമ്പോൾ ഏരി ആയിരിക്കും മിക്കവാറും. ഏരി ഫ്രോസൺ ചെയ്തതാണ് കണ്ടത്. ഇത് പിന്നെ കോക്കനട്ട്, തേങ്ങ ചിരണ്ടിയത്. പിന്നെ നമ്മുടെ പൂജാദ്രവ്യങ്ങളൊക്കെ കുറച്ച് അവൈലബിൾ ആണ്. ചന്ദനത്തിരി, സൈക്കിളിൻ്റെ ചന്ദനത്തിരി, ക്യാൻഡിൽസ്, ചെറിയ ക്യാൻഡിൽസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മസാലകളും ഇവിടെ അവൈലബിൾ ആണ്. ആട്ടപ്പൊടി, പുട്ടുപൊടി, അങ്ങനെയുള്ള എല്ലാ പൊടികളും, ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുന്ന എല്ലാ പൊടികളും, അതായത് ഇടിയപ്പത്തിൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സും പിന്നെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കണ്ടില്ലേ, അരിയൊക്കെ ഉണ്ട്. നാടൻ മട്ട അരിയുണ്ട്. അതെ, നമ്മുടെ മഞ്ജു ചേച്ചിയൊക്കെ ഇവിടെ മൂലക്ക വന്നിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, എണ്ണ, എല്ലാ തരത്തിലുള്ള എണ്ണകളും, കോക്കനട്ട് ഓയിൽ. നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്ന എല്ലാ ഐറ്റംസും UK അവൈലബിൾ ആണ്. അതായത് എല്ലാ ബ്രാൻഡും, നമ്മുടെ നാട്ടിൽ മേടിക്കുന്ന എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഈ കാണുന്നത് അച്ചാർ, മസാലകൾ, അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. ചെമ്മീൻ അച്ചാർ, ബീഫ് അച്ചാർ വരെയുണ്ട്. ബീഫ് അച്ചാറൊക്കെ നാട്ടിൽ നിന്ന് തന്നെ അല്ല, ഇവിടെ തന്നെ ഉണ്ടാക്കണ ബീഫ് അച്ചാറാണ്. നാട്ടിൽ നിന്ന് ബീഫ് അച്ചാർ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഇതുണ്ട്. അപ്പോൾ ബീഫ് അച്ചാറൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണം. ബാക്കി എല്ലാം നാട്ടിൽ നിന്ന് എക്സ്പോർട്ടായി ഇങ്ങോട്ട് വന്നതാണ്. ഈസ്റ്റേണിൻ്റെ, പിന്നെ കേരള മസാല,
ഉള്ള ബ്രാൻഡുകൾ, എല്ലാ മസാലകളും ഉണ്ട്. ഈസ്റ്റേൺ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മേടിക്കണ അതേ സെയിം ടേസ്റ്റും സെയിം ബ്രാൻഡുകളുമാണ് ഇവിടെ കിട്ടണത്. വിലക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. വില നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ അതേ എല്ലാ പച്ചക്കറികൾ കണ്ടില്ലേ, വെണ്ടക്ക, നാടൻ പഴം, പഴുത്തിട്ടില്ല, സെയിം പഴുത്തായിരിക്കും, വെള്ളരിക്ക, മത്തങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കിട്ടും. വേണ്ട ചേന അവിടെ കിടക്കുന്നുണ്ട്, തേങ്ങ. ഈ കാണുന്നത് നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സ്പൈസസിൻ്റെ ചെറിയ ചെറിയ പൗച്ചുകളാണ്. ഈ കാണുന്നത് നമ്മുടെ നാടൻ കൊഴുവ ഉണക്കിയതാണ്, ഉണക്കമീൻ. പിന്നെ ഇത് മറ്റേ ഇത് ചക്കരയാണെന്നോ? അതെ, ചക്കരയാണിത്. ചക്കരയുണ്ട്. പിന്നെ പപ്പടം, നാടൻ പപ്പടം, എല്ലാം പപ്പടങ്ങളും ഇവിടെ കിട്ടും. ഞാൻ കാണിച്ചുതരാം. അതെ, പപ്പടം, കേരള ടേസ്റ്റിന് പപ്പടം. പിന്നെ നമ്മുടെ ഗുരുവായൂർ പപ്പടം ഇവിടെ അങ്ങനെ കണ്ടായിരുന്നു ഞാൻ. കണ്ടതേ, ഇത് ഗുരുവായൂർ പപ്പടം കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ പപ്പടമാണ് കണ്ടത്. പിന്നെ ഈ വെർമസെല്ലി, അതിൻ്റെ പാക്കറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.